ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇറ്റ്സ് മീ അൻവർ ഷാ. അപ്പോൾ ഒരു വീഡിയോ ഇടാം, അന്ന് കണ്ടിട്ടോ. പുലിക്കുട്ടികളും സിംഹങ്ങളും കടുവയും മുതൽ ചീങ്കണികൾ വരെ പിന്മാറിക്കൊടുത്ത് പെൺപൂച്ചകളെ മുന്നിൽ കൊണ്ടുവരാൻ അമ്മ എന്ന സംഘടന തീരുമാനിച്ചപ്പോൾ നമ്മുടെ സജി ചെറിയാമര പറഞ്ഞു, സ്ത്രീ ശാക്തീകരണം സർക്കാർ തുടങ്ങി വെച്ചു, അമ്മയിൽ നടപ്പായെന്ന്. ഒരു റോളും സർക്കാരിനില്ല ആ മത്സരത്തിൽ. എന്നാലും ജയിച്ചപ്പോൾ, സ്ത്രീകൾ ജയിച്ചപ്പോൾ സജി ചെറിയാൻ വെച്ച് കാച്ചിയതാണ്. സ്ത്രീ ശാക്തീകരണം സർക്കാർ തുടങ്ങി വെച്ചു, അമ്മയിൽ നടപ്പായി. നന്നായി. അമ്മയിലെ എല്ലാവരെയും നയിച്ച ഇടവേള ബാബുവിനെ മാനസികമായി തകർത്ത് ഒറ്റപ്പെടുത്തിയപ്പോൾ പറഞ്ഞതും കുറേ കാലമായി അച്ചുവീട്ടിൽ കഴിയുന്ന പോലെ അമ്മയെ കൊണ്ട് നടക്കാനായില്ലേ, മാറുന്നില്ലേ, ഇനി ഞങ്ങൾ ഭരിച്ച് കാണിച്ചു തരാമെന്നായിരുന്നു. ചില യൂട്യൂബർമാരും അമ്മയുടെ മക്കളായ ചില കിങ്കരന്മാരും ചില മുതുക്കി തള്ളമാരും തിരഞ്ഞെടുപ്പ് മത്സരം ഞങ്ങൾ നിയന്ത്രിക്കും, ഞങ്ങൾ പറയുന്നവർ ജയിക്കും, ജയിപ്പിച്ചിരിക്കും എന്നൊക്കെ ശട്ടം കിട്ടി. ഇവർ കണ്ടെത്തിയ പലരും പാതി വഴിക്ക് പുറത്താവുകയോ പുറത്തു പോവുകയോ അടിയും പിടിയുമൊന്നും ഇല്ലാതിരുന്നെങ്കിലും പരസ്പരം ഗോഗോ വിളിച്ചും ആരോപണ പെരുമഴ പെയ്യിച്ചും ചാനലുകൾക്ക് ഉത്സവ ലഹരി ഉണ്ടാക്കി കൊടുത്തിട്ട് തിരഞ്ഞെടുപ്പ് നടത്തി. പക്ഷേ വിചാരിച്ചതുപോലെ തങ്ങൾ നിയന്ത്രിക്കുന്നവർ വിജയിച്ചില്ല എങ്കിലും ചിലർ ജയിച്ചു കയറി, കീ പോസ്റ്റിൽ തന്നെ ജയിച്ചു കയറി. ലക്ഷങ്ങൾ പറ്റിച്ചവരും ക്രിമിനൽ കേസ് പ്രതിയും ഒക്കെ ജയിച്ചു. അവരൊന്നും മത്സരിക്കുന്നതാണ് പറഞ്ഞത്, പക്ഷേ അവരൊക്കെ ജയിച്ചു. ദോഷം പറയരുത്, ജയിച്ചു വന്നവർ ആരും ഒരു ചുക്കും ഇതേവരെ ഭരണത്തിൽ കാഴ്ചവെച്ചിട്ടില്ല. ഡാൻസ് കളിച്ചും ഫാഷൻ ഷോ കാണിച്ചും പാട്ടുപാടിയും കൂടെയുള്ളവരെ കേസിൽപ്പെടുത്തിയുമൊക്കെ നടന്നാൽ ഞങ്ങൾ ഒറ്റക്കെട്ടാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. അതുമാത്രം നടക്കുന്നു മാസങ്ങളാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ ടോപ്പിക് അന്നേരം ഇന്ന് മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അമ്മയിലെ പൊട്ടിത്തെറി. പെണ്ണൊരുമ്പെട്ടാലെന്ന് കേട്ടിട്ടുണ്ടല്ലോ. ഈ പെണ്ണുങ്ങൾ അധികാരത്തിൽ വരുന്നതിന് നമുക്ക് എതിരൊന്നുമില്ല. ഈ മൗനിയായിട്ടിരിക്കുന്ന മമ്മൂട്ടി മോഹൻലാലിനൊക്കെ കാട്ടിലും നല്ലത് ആർജവമുള്ള പെണ്ണുങ്ങൾ വന്നാൽ അതായിരിക്കും നല്ലത്. അങ്ങനെ കരുതി എല്ലാവരും വിജയിപ്പിച്ച് വിട്ട് ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നോക്കിയാൽ കുടുംബശ്രീ നടക്കുന്ന വഴക്കിനെക്കാട്ടിലും വലിയ വഴക്ക് അമ്മയ്ക്കകത്ത് കിടക്കുന്നത്. എന്തൊക്കെയാണ് അതിനകത്ത് കിടക്കുന്നത്? അപ്പോൾ നിങ്ങൾ കുറച്ച് പേരെങ്കിലും ഈ വോക്കലൊക്കെ കേട്ട് കാണും പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഈ ശാന്തിവിള ദിനേശേട്ടൻ പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ. നമ്മളിനി പ്രസക്തമായ കുറച്ച് ഭാഗങ്ങളൂടെ ആ വോക്കലിൽ നിന്ന് ഏകദേശം 20 മിനിറ്റ് 18 മിനിറ്റൊക്കെ ഉള്ള ഓഡിയോയാണ് പുറത്ത് വന്നേക്കുന്നത്. അതിൽ നിന്ന് കുറച്ച് ഭാഗം നമുക്ക് കേൾക്കാം. എന്നിട്ട് അതിനെക്കുറിച്ച് ഈ ശാന്തിവിള ദിനേശേട്ടൻ എന്ത് പറയുന്നു എന്നുള്ളതും നമ്മുടെ ഒരു കാഴ്ചപ്പാടുകൂടെ പറയാം. കാര്യം പുള്ളിയുടെ വാക്ക് ഇതിനകത്ത് വെക്കുന്നതെന്ന് പറഞ്ഞാൽ പുള്ളി ഈ ഒരു മേഖലയെക്കുറിച്ച് വീഡിയോ ചെയ്യുന്ന ആളായതുകൊണ്ട്, സിനിമയെ കുറച്ചുകൂടെ അറിയാവുന്ന വ്യക്തി ആയതുകൊണ്ട് പുള്ളിയുടെ വീഡിയോ വെക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ അതിനെന്നോട് രോക്ഷം കൊള്ളണ്ട. എന്തായാലും നമുക്ക് ആ വോയിസ് ഒന്ന് കേട്ടിട്ട് വരാം. നീനാക്കുറുപ്പേ മാഡം, നിങ്ങൾ എത്ര വലിയ സ്ത്രീയാണെങ്കിലും ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഒരുപാട് പേരുടെ ശാപം ഉണ്ടാവും കേട്ടോ. നിങ്ങളുണ്ടല്ലോ, ഗതി കിട്ടാതെ നരകിച്ചേ നിങ്ങൾ ചാവുള്ളൂ. ഞാൻ എഴുതി വെച്ചുതരാം. നിങ്ങൾ ഇതിന്റെ പേരിൽ എന്നെ കുറിച്ച് എന്ത് കംപ്ലൈന്റ് ചെയ്താലും, നിങ്ങൾ എന്ത് കോപ്പ് ചെയ്തെന്ന് പറഞ്ഞാലും എനിക്കൊരു പുല്ലുമില്ല കേട്ടോ. ഒരു ആർട്ടിസ്റ്റിനെ ഒരിക്കൽ ഞങ്ങളുടെ ഒരു ഡാൻസ് കഴിഞ്ഞിട്ട് എത്ര സമയം കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ ഫാഷൻ ഷോ ഉള്ളത്? എനിക്കറിയാലോ, ഞാൻ ഇതിനകത്തുള്ള ഒരു കോർഡിനേറ്റർ തന്നെയല്ലേ. എനിക്കറിയാലോ ഏത് പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഏത് എങ്ങനെയെന്നുള്ളത് എനിക്കറിയാമല്ലോ. ആ കൊച്ചിനെ കോസ്റ്റ്യൂം ഇട്ട് നിന്നൊരു കൊച്ചിനെ സ്റ്റേജിൽ കയറാൻ നിങ്ങൾ സമ്മതിച്ചിട്ടില്ല. എന്നിട്ട് എന്തായി? എന്തെങ്കിലും ഒരു കാര്യത്തിൽ മാന്യമായിട്ട് സ്റ്റേജിൽ കയറാനോ, വിളക്ക് കത്തിക്കുന്നിടത്ത് നിൽക്കാനോ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യും ലാലേട്ടനെ ആദരിക്കുന്നിടത്ത് നിൽക്കാനോ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? നിങ്ങളടുത്ത് വേണ്ടെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്ത് പട്ടി ഷോയാണ് സ്ത്രീയെ നിങ്ങൾ ഞങ്ങളുടെ പ്രോഗ്രാം സ്ഥലത്ത് കിടന്ന് കാണിച്ചത്? നിങ്ങൾ എന്തെല്ലാം പൂവും മായും കായും ഒക്കെ പറഞ്ഞ നിങ്ങൾ എന്ത് പന്ന സ്ത്രീയാണ്? നിങ്ങളൊരു സ്ത്രീ തന്നെയാണോ? സ്ത്രീ എന്ന് പറയുമ്പോഴല്ലോ അതിന് കുറച്ചുകൂടെ മാന്യതയുണ്ട്. സ്ത്രീകൾക്ക് പോലും ഒരു അപമാനമാണ് നിങ്ങൾ. മനസ്സിലായോ? വിഷമാണ് നിങ്ങളാണ് ഈ സംഘടനയിലെ പോയിസണേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ എന്ന് പറയുന്നത് നിങ്ങളാണ്. മനസ്സിലായോ? ഈ കുഞ്ഞ് പാവ ആ കൊച്ച് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അത് ഒരുങ്ങി നിന്നിട്ട് ഇത് എത്ര സമയം കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ ഐറ്റം? നിങ്ങൾക്ക് ജലസ് കൊണ്ട് മാത്രമാണ്. ആ കൊച്ചിന് എന്നെ ആ വിവരം അറിയിക്കാനുള്ള ഒരു സമയം പോലും നിങ്ങൾ കൊടുത്തിട്ടില്ല. എന്താണ് നിങ്ങൾ എന്താ മാനത്തൊന്ന് പൊട്ടി വീണതാണോ? നിങ്ങളുടെ തലയിൽ കൂടാണോ ഈ അമ്മ അസോസിയേഷനിലെ 504 അംഗങ്ങളുടെയും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? നീനാക്കുറുപ്പേ നിങ്ങൾ പറ. നിങ്ങളെ കൊണ്ട് ഞാൻ ഇതിന് സമാധാനം പറയിപ്പിക്കും. മനസ്സിലായി? നിങ്ങൾ കരയും. ഞങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളെ വ്യക്തിപരമായിട്ട് ഇഷ്ടമുണ്ടോ? പറ. നമ്മൾ സ്നേഹം കൊടുത്താണ് സ്നേഹം മേടിക്കേണ്ടത്, ബഹുമാനം കൊടുത്താണ് ബഹുമാനം മേടിക്കേണ്ടത്. നിങ്ങൾ ഒറ്റയൊരുത്തി ഇലക്ഷന് മുമ്പ് എല്ലാ മനുഷ്യരും നിങ്ങൾ ഓടി നടന്ന് വിളിച്ചു പറഞ്ഞു. ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല അത്. ലക്ഷ്മിപ്രിയയ്ക്ക് വോട്ട് കൊടുക്കരുതെന്ന് വിളിച്ചു പറഞ്ഞ തെളിവ് സഹിതം ഞങ്ങളുടെ കയ്യിലുണ്ട്. എനിക്കത് പുല്ലായതുകൊണ്ടല്ലോ ഈശ്വരനാണ് നീനാക്കുറുപ്പല്ല ലക്ഷ്മിപ്രിയയുടെ ജാതകം എഴുതുന്നത്. മനസ്സിലായോ? നീനാക്കുറുപ്പിന് ഒരു ഉണ്ടേ സാധിക്കില്ല ഈ ലോകത്ത്. നിങ്ങൾ ഇത്രയും വലിയൊരു പ്ലാനറ്റിൽ നിങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ഞങ്ങൾ എന്താണ്, നമ്മൾ ആരാണ്? അത് നിങ്ങൾ വിചാരിക്കണം. നിങ്ങളുടെ അങ്ങനെ ഒരു തവളയ്ക്ക് ഒരു വിചാരമുണ്ട്, പൊട്ടക്കുഴിയിലെ തവളയ്ക്ക് ഇതാണ് സ്വർഗ്ഗലോകം എന്ന്. നിങ്ങൾ എന്താ ഭക്ഷണ കാര്യത്തിൽ നിങ്ങൾ ഇടപെടുന്നു, മറ്റേ ഡാൻസിന്റെ കാര്യത്തിൽ ഇടപെടുന്നു, ഇതിലിടപെടുന്നു. നിങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും കാര്യത്തിൽ ഞങ്ങൾ ഈ ഇത്രയും 16 അംഗങ്ങളുണ്ടല്ലോ, ഞങ്ങൾ ആരെങ്കിലും ഇന്റർഫിയർ ചെയ്തിട്ടുണ്ടോ? സ്ത്രീയെ അവനവനെ ഏൽപ്പിക്കുന്ന ജോലി അവനവൻ ചെയ്യണം. മനസ്സിലായോ? ഞങ്ങൾ ഇത്ര ആൾക്കാരുടെ ശാപം നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. ആദ്യം ഞങ്ങളുടെ ആ പ്രോഗ്രാമിനെ അത് എങ്ങനെ ബാധിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രോഗ്രാമിൽ ഞാനാണ് നിങ്ങളുടെ ഒരു ആർട്ടിസ്റ്റിനെ എങ്ങനെ കൊണ്ടുവന്നിട്ട് വിടാതെ തടസ്സപ്പെടുത്തി പിടിച്ചു വെച്ചാൽ നിങ്ങൾ ചെയ്ത് ഒട്ടും മര്യാദയായില്ല. പിന്നെ നിങ്ങൾ അറിയിക്കുന്ന രീതിയെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. നിങ്ങൾ അവിടെ കിടന്ന് എന്തൊക്കെയാണ് നിങ്ങൾ കാണിച്ചു കൂട്ടി? നിങ്ങളൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിക്കേ. നിങ്ങൾക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കണം. അതല്ലാതെ വേറെ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ അതിന് നിങ്ങളാണ് പരിഹാരം കണ്ടെത്തേണ്ടത്. അതിന് ഞങ്ങൾ 16 പേർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല.
മനസ്സിലായോ? നിങ്ങൾ എന്താ കടന്ന് കാണിച്ചത്? അവനവനൊന്ന് ഒതുങ്ങണം ആദ്യമേ. ഞങ്ങളൊക്കെ തലേ കൂടെ വണ്ടി ഓടി തന്നെയാണ് നടന്നത്. ഓരോരുത്തരും ഇവിടെയുള്ള 16 പേരും ഈക്വലി എഫേർട്ട് എടുത്തിട്ടുണ്ട്. സന്തോഷ് കീഴാറ്റൂര് ചേട്ടൻ ഇവിടെ ഇല്ലായിരുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോഴപ്പോ ഓരോ കാര്യങ്ങൾ അദ്ദേഹം നമ്മളെ വിളിച്ച് ചോദിക്കുക, ആ ടെൻഷൻ അനുഭവിക്കുക അദ്ദേഹം അവിടെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം മനസ്സുകൊണ്ട് നമ്മുടെ കൂടെ ഉണ്ടായിട്ടുണ്ട്. മനസ്സിലായോ? എല്ലാവരും അവരവർക്ക് ഏൽപ്പിച്ച ജോലി. നിങ്ങൾക്ക് മാത്രം എന്താ ഒരു എക്സ്ട്രാ ഫിറ്റിംഗ്? നിങ്ങൾക്ക് എന്താ വന്നത്? നിങ്ങൾക്ക് എന്ത് എക്സ്ട്രാ ഫിറ്റിംഗ് ആ വന്നത്? ഇത് എല്ലാവരും ഞാൻ ഇവരോട് എനിക്ക് ഇവരെ വിളിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല. എനിക്ക് ഇവരെ കണ്ണെടുത്ത കണ്ടുകൂടാ. ഞാൻ ഇവർക്ക് എന്ത് വൈരാഗ്യം ചെയ്തെന്ന് എനിക്ക് അറിയില്ല. തുടക്കം തൊട്ടിട്ട് ഈ സ്ത്രീ എന്നോട് എങ്ങനെ പെരുമാറുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാൻ ഓർത്തത് ഞാനൊക്കെ അവരെ ഇഗ്നോർ ചെയ്തപ്പോൾ ഞാൻ ഓർത്തത് എന്നുമായിട്ടുള്ള എന്തോ കുഴപ്പമല്ലേ അവർക്ക് എന്താ പ്രശ്നം എന്ന് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് അറിയില്ല. ആകെ 1-2 പടത്തിൽ ഞാൻ ഇവർ കൂടെ അഭിനയിച്ചിട്ടുള്ളൂ. പിന്നെ ചില വൈബ്സ് ഉണ്ട്, ചില എനർജീസ് ഉണ്ട്, അത് ചേരില്ലായിരിക്കും. അതുകൊണ്ട് ഞാൻ ഓർത്ത് എന്തോ ഞാനും അവരുമായിട്ട് ചേരില്ലെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഒരു കൃമി എപ്പോഴും ഒരു കൃമിയായിരിക്കും, ഒരു വിഷം എപ്പോഴും ഒരു വിഷമായിരിക്കും. നിങ്ങൾ ആരുമായിട്ടാ ചേരുന്നത്? നിങ്ങൾ ചേരുന്ന ഒരു വ്യക്തിയെ പറഞ്ഞതാ. ഞാൻ ഓർത്ത് എന്നെ നിങ്ങൾക്ക് പേഴ്സണൽ, എനിക്ക് നിങ്ങളോട് ഇഷ്ടക്കേടൊന്നുമില്ല. ഇത് പറയുന്ന ഈ നിമിഷവും എനിക്ക് നിങ്ങളോട് വൈരാഗ്യമോ ദേഷ്യമൊന്നും ഇല്ല. ഞാൻ നിങ്ങളെ ഇന്ന് വിളിച്ച് സംസാരിക്കണമെന്ന് വിചാരിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. മറ്റേ പടത്തിനകത്ത് ശ്രീനിവാസൻ പറയത്തില്ല, ഭഗവാനെ ഈശ്വര അച്ഛനെ നല്ലത് വരുത്തണേ, എന്നാലും ആ പരമദുഷ്ടൻ എന്ന് പറയുന്നതിൻ്റെ കൂട്ടായത്. അത് അങ്ങനെ കണ്ടാൽ മതി. പിന്നെ ഇതിനകത്തുള്ളൊരു ഇഷ്യൂ എനിക്ക് തോന്നുന്നു, ഈ ലക്ഷ്മി ഇലക്ഷൻ ചെയ്യുന്ന സമയത്ത് വോട്ട് കൊടുക്കല്ലെന്ന് പറഞ്ഞ് നീനക്കുറുപ്പ് ഒരുപാട് ക്യാൻവാസ് ചെയ്തിട്ടുണ്ട് എന്നാണ് ലക്ഷ്മി ഈ വോയിസിനകത്ത് പറയുന്നത്. അത് അവർ അന്നേ അറിയുകയും ചെയ്തു, പക്ഷേ അതിനെക്കുറിച്ചൊന്നും പ്രതികരിച്ചില്ല എന്നുള്ളത്. എന്തായാലും അങ്ങനെയൊക്കെ വരുമ്പോൾ മാനസികമായിട്ട് ഒരു ചെറിയൊരു ഇത് മനസ്സിനുള്ളിൽ ആ ഒരു വിരോധം കാണുമല്ലോ. ഇപ്പം എന്തായാലും എന്താ സംഭവിച്ച്, അമ്മ കോർഡിനേറ്റ് ചെയ്താന്ന് തോന്നുന്നു എന്തോ ഒരു പരിപാടി. അത് പരിപാടിക്കകത്ത് ഈ ലക്ഷ്മി അവിടെ ഇല്ലാത്ത സമയത്ത് ലക്ഷ്മിയുടെ സംഘത്തിൽപ്പെട്ട ഒരു കുട്ടിയെ പരിപാടി അവതരിപ്പിക്കാൻ ഈ നീനാകുറുപ്പ് സമ്മതിച്ചില്ല. അപ്പോൾ അവരുടെ ഏതാണ്ട് പരിപാടി അത് കഴിഞ്ഞുണ്ട്, ഫാഷൻ ഷോയോ ഏതാണ്ട് കുന്ത്രാണ്ടോ ഉണ്ട്. അപ്പം അതിന് സമയം വൈകിയെന്നും പറഞ്ഞ് ആ കുട്ടിയെ, ഒരുങ്ങി വന്ന കുട്ടിയെ പരിപാടി അവതരിപ്പിക്കാൻ സമ്മതിച്ചില്ല. അതിനെതിരെയുള്ള ഈ ലക്ഷ്മിയുടെ രോക്ഷമാണ് നമ്മൾ കേട്ടത്. അപ്പോൾ ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്, ഈ നീനാകുറുപ്പിൻ്റെ ഭാഗം നമ്മൾ കേട്ടിട്ടില്ല. ലക്ഷ്മിയും നീനാകുറുപ്പായിട്ടുള്ള ആക്ച്വലി കറക്റ്റ് സംഭവം എന്താണെന്നുള്ളത് വ്യക്തമായിട്ടൊന്നും പുറത്ത് വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു വോയിസ് മാത്രമാണ് പുറത്ത് വന്നേക്കുന്നത്. അത് വെച്ചുകൊണ്ടാണ് എല്ലാവരും റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ റിപ്പോർട്ട് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അന്നേരം നമുക്കത് എടുക്കാം. ഇപ്പം ഈ ഒരു വിഷയത്തെ ആസ്പദമാക്കി നീനാകുറുപ്പിന് വേണ്ടിയാണ് സംസാരിക്കുന്നെങ്കിലും ഇപ്പം ഈ ഒരു വിഷയത്തിൽ നീനാകുറുപ്പിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ടാണ് ഈ ശാന്തിയുള്ള ദിനേശേട്ടൻ സംസാരിക്കുന്നത്. ആ പുള്ളി പറയുന്നതോടെ കേട്ടിട്ട് നമുക്ക് ഈ വീഡിയോ ഒന്ന് അവസാനിപ്പിക്കാം. കേട്ടല്ലോ, 16 എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർമാർ മാത്രം, അവർക്ക് മാത്രം അയച്ച ഓഡിയോ മെസ്സേജാണ്. ആ 16 എക്സിക്യൂട്ടീവ് മെമ്പർമാർക്ക് അയച്ചത് എനിക്കെങ്ങനെ കിട്ടിയെന്ന് ചോദിക്കരുത്, കഥയിൽ ചോദ്യമില്ല. 16 എക്സിക്യൂട്ടീവ് മെമ്പർക്ക് അയച്ച അണ്ണന് മാത്രമല്ല, ഇപ്പോൾ കേരളത്തിലുള്ള എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ഇത് കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് ഇനി തിരക്കണം. അതാണ് അവസ്ഥ. നിങ്ങൾ നോക്കിയേ, നീനാകുറുപ്പിനെ വിളിക്കുന്ന തെറി ഒന്ന് കേട്ടല്ലോ അല്ലേ? നിങ്ങൾ കേട്ടല്ലോ. സത്യം പറഞ്ഞാൽ നീനാകുറുപ്പിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ ഒന്നുകിൽ രാജിവെച്ച് പോകും, ഇല്ലെങ്കിൽ ഈ ഫോണിലൂടെ മെസ്സേജ് അയച്ചവളെ ചവിട്ടി കൂട്ടുമായിരുന്നു. നീനാകുറുപ്പിനെ മലയാളികൾക്ക് അറിയാം. ശ്രീധരൻ്റെ 1-ാം തിരുമുറിവിൽ മമ്മൂട്ടിയുടെ നായികയായി തുടക്കം കുറിച്ച നടിയാണ്. പിന്നെ നായികയായി തുടരാൻ ആയില്ലെങ്കിലും ക്യാരക്ടർ റോളിൽ അവർ ഒരുപാട് സിനിമകളിൽ ശ്രദ്ധേയയായ നടിയായി. അവർ അമ്മയുടെ പുതിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറുമാണ്. അവരെ ഉപദേശിക്കുകയാണ് മറ്റൊരു ഭരണസമിതി അംഗം. എന്തെല്ലാം വിളിച്ച് പറയുന്നു എന്ന് നോക്കിയേ. ഇത്തരം 3 ഓഡിയോ മെസ്സേജ് എനിക്ക് കിട്ടിയതിൽ ഏറ്റവും ചെറുതും മാന്യമായി പറയുന്നതും മാത്രമേ ഞാനിവിടെ കേൾപ്പിച്ചുള്ളൂ. കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ടിനെ കടത്തി വിടുന്നതാണ് മറ്റ് 2 ഓഡിയോകൾ. തെറിയെന്നുള്ള തെറിയാണ് വിളിക്കണേ. 500-ലധികം അംഗങ്ങളുള്ള അമ്മയെ നയിക്കാൻ അടുത്ത 3 വർഷത്തേക്ക് തിരഞ്ഞെടുത്ത നടിയാണെന്ന് പറയുന്ന ക്രിമിനൽ കേസ് പ്രതിയാണ് ഈ ഭരണിപ്പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത്. അവളെന്തൊക്കെ പറയുന്നു നിങ്ങൾ കേട്ടു നോക്കി. കോടതിയിലെത്തിയ വഞ്ചന കേസ് നിലനിൽക്കുമ്പോൾ അത് ഒളിച്ചു വെച്ച് മത്സരിച്ച് ജയിച്ച മഹതിയാണ് ഈ തെറിയ അഭിഷേകം നടത്തുന്നത്. ഒരു ചലച്ചിത്ര നിർമ്മാതാവ് തന്നെ പറ്റിച്ച ലക്ഷങ്ങളുടെ തെളിവുകളടക്കം അമ്മയിൽ പരാതിപ്പെട്ടിട്ട് മാസങ്ങളായി. ശ്വേതാ മേനോനും കുക്കു പരമേശ്വരനും കൂടി പഠിക്കുകയാണത്രേ ഈ പരാതി. പ്രതിപ്പട്ടിയിൽ നിൽക്കുന്ന ഈ ഭരണാധികാരി പറയുന്നത് ഞാൻ അയാൾക്ക് എതിരെ കേസ് കൊടുത്തതാണ് എന്നാണ്. കടുവയെ പോലെയാണ് പറയുന്നത്. അത് അയാൾ എൻ്റെ പേര് കേസ് കൊടുത്തതല്ല, ഞാൻ കൊടുത്തതാ അവൻ്റെ പേര്. ഒരു ചുക്കും ചെയ്യാനുള്ള ചങ്കൂറ്റം അമ്മ ഭരിക്കുന്ന സിംഹിണികൾക്ക് ഇല്ല എന്ന് ഈ ചുരുങ്ങിയ മാസങ്ങൾ കൊണ്ട് തന്നെ തെളിയിച്ചു. അവർ പഠിച്ച് എങ്ങനെയെങ്കിലും 3 വർഷം കൊണ്ടു. ഒരു സഹപ്രവർത്തകയെ പരസ്യമായി മോശം വാക്കുകളാൽ ഭത്സിക്കാമോ എന്ന് അവരാണ് ആലോചിക്കേണ്ടത്. എന്നിട്ടും ഒരു നടപടിയും എടുക്കാൻ കഴിയാതെ അമ്മയുടെ ഭരണാധികാരികൾ ഉണ്ണാക്കികളായിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാൻ. അമ്മ ഭരണം പിടിച്ചെടുക്കാനാവാതെ പോയ ചില ഉണ്ണാക്കന്മാരുടെ പിന്തുണ ഈ പെണ്ണുപിള്ളയ്ക്കുണ്ടെന്ന് പറയും. മാത്രമല്ല, നമ്മൾ വല്ല ന്യായവും പറഞ്ഞാൽ ഇവൾ നമ്മുടെ ഗുണവതി ആരും വിളിച്ചു പോകുമോ എന്ന പേടിയും പലർക്കുമുണ്ട്. അതിനാൽ ആരും മിണ്ടുന്നില്ല. വായില്ലാക്കുന്നില്ല അപ്പന്മാരായിരിക്കും വീരശൂര പരാക്രമി. ദിവസങ്ങളിൽ പുറത്തു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ആ ഒരു ഓഡിയൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അത് വരട്ടെ, നമുക്ക് അന്നേരം അതെടുത്ത് വെച്ചാലേക്കാം. അപ്പോൾ നമുക്ക് വേറൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഇത് കണ്ടപ്പോൾ വൈകി പോയെങ്കിലും നിങ്ങളോടൊന്ന് പങ്കുവെക്കണം എന്ന് കരുതി.
അപ്പോൾ വേറൊരു വീഡിയോ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ പറയുന്നു. അവസാനം വരെ നമ്മളെ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക്